ഹായ്, വെൽക്കം ടു ഡേയ്സ് ടോക്സ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതൊരു പുതിയ ചാനലാണ്, മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ടോക്സിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പൊതുമാപ്പിനെ പറ്റിയാണ്. UAE സർക്കാർ എല്ലാ വർഷവും പൊതുമാപ്പ് പ്രഖ്യാപിക്കാറുണ്ട്. അപ്പം ഈ പൊതുമാപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഒരുമാതിരി എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. UAEയിൽ അനധികൃതമായി താമസിക്കുന്ന ആളുകൾക്ക് ഒന്നുകിൽ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങി പോകുന്നതിനും ഇനി അതല്ല UAEയിൽ തന്നെ നിയമപരമായ ഒരു വിസ സ്റ്റാറ്റസിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനും ഫൈനുകൾ ഒഴിവാക്കി ഒരവസരം നൽകുകയാണ് പൊതുമാപ്പിലൂടെ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2024 പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നത് സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 31 വരെയായിരുന്നു. UAEയിലെ 53ാമത് നാഷണൽ ഡേ പ്രമാണിച്ച് അത് ഒന്നുകൂടി നീട്ടിയിട്ടുണ്ട്. ഡിസംബർ 31 വരെ പൊതുമാപ്പിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ പൊതുമാപ്പിൽ റെസിഡൻസ് വിസയൊക്കെ ക്യാൻസലായി, അല്ലെങ്കിൽ വർക്ക് വിസ ക്യാൻസലായി, വിസിറ്റ് വിസയുടെ ഡേറ്റ് കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഒരുപാട് പേര് തിരിച്ചു പോകാൻ നിവൃത്തിയില്ലാതെ, ഫൈൻ അടച്ച് തിരിച്ചു പോകാൻ നിവൃത്തിയില്ലാതെ ഇവിടെ തങ്ങുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫൈനുകളൊക്കെ ഒഴിവാക്കി പൊതുമാപ്പിനെ അപേക്ഷിച്ച് ഫൈനുകൾ ഒഴിവായി അവർക്ക് നാട്ടിലേക്ക് പോകാം. അപ്പം പൊതുമാപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ 14 ദിവസം മാത്രമേ കാലാവധിയുള്ളൂ. ആ 14 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ അവർ മാതൃരാജ്യത്തിലേക്ക് മടങ്ങിപ്പോകണം, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വിസയിലേക്ക്, നിയമപരമായ ഒരു വിസയിലേക്ക് മാറേണ്ടതാണ്. അപ്പം പൊതുമാപ്പിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് ഈ വിസ ക്യാൻസലായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമല്ല, UAEയിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള കുട്ടികളുണ്ടാവും. അതായത് മറ്റ് രാജ്യങ്ങളിലുള്ള പാരൻസിന് ഇവിടെ ഒരു ഫാമിലി സ്റ്റാറ്റസിൽ അല്ലാതെ നിൽക്കുന്ന ആളുകൾക്കും ഇവിടെ വെച്ചുണ്ടായ കുട്ടികൾക്കും നിയമപരമായ ഒരു വിസ സ്റ്റാറ്റസിലേക്ക് മാറാൻ ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ പൊതുമാപ്പിൻ്റെ പരിധിയിൽ വരുന്ന ഫൈനുകൾ എന്ന് പറയുന്നത് ഓവർ സ്റ്റേ, എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡ്, ഐഡൻറ്റിറ്റി കാർഡ്, ലേബർ കാർഡ്, മുഹർ എന്നീ പിന്നെ വന്നിട്ട് ക്യാൻസലേഷൻ ഫീസ്, ഇതിന്മേലേക്ക് വരുന്ന ഫൈനുകൾ ഈ പൊതുമാപ്പിലൂടെ ഒഴിവാക്കി കിട്ടും. ഇതിൽ ഒഴിവാക്കപ്പെടാത്ത ഫൈനുകളുമുണ്ട്. അതായത് ക്രിമിനൽ കേസുകൾ, ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുള്ള കേസുകൾ, ഫിനാൻഷ്യൽ ക്രൈംസിൽ വന്നിട്ടുള്ള കേസുകൾ, അതല്ലാതെയുള്ള ഏതെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസിൻ്റെ പേരിൽ ചാർജ് ചെയ്തിട്ടുള്ള ഫൈനുകൾ ഈ ഒരു പൊതുമാപ്പിൻ്റെ പരിധിയിൽ പെടത്തില്ല. അപ്പോൾ അതൊക്കെയാണ്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. GDRFAയുടെ സൈറ്റിൽ കയറുവാണെങ്കിൽ, അതായത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസ് ആൻഡ് ഫോറിൻ അഫെയർസിൻ്റെ സൈറ്റിൽ കയറുവാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ഇനി അതെല്ലാം ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ഇത് പൂർണ്ണമായെന്ന് എനിക്ക് തോന്നില്ല. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മറ്റു വീഡിയോസൊക്കെ റെഫർ ചെയ്യുന്നതായിരിക്കും. എന്നോട് ജസ്റ്റ് ചോദിച്ച ആൾക്കുള്ള ഒരു റിപ്ലൈ വീഡിയോ ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.